പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതുമ്മൽ എന്തെങ്കിലും ചെയ്യാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ദാ ഇതേപോലെ 3 കളർ ഷെയ്ഡ്സാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബോട്ടിലിൻ്റെ കറക്റ്റ് അളവിന് നന്നായിട്ട് വെട്ടിയെടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. പിന്നെ ഞാൻ ദാ ഈ മലനിരകളും ഇലകളും ഒക്കെ കാണിക്കാനായിട്ട് ഞാൻ ദാ ഡാർക്ക് ഗ്രീനും എടുത്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീനും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ദാ ഇങ്ങനെ തിരമാല പോലെ വെട്ടിയെടുക്കണം കേട്ടോ. അത് കുറച്ച് ഒരെണ്ണം കുറച്ച് വലുതും അതിൻ്റെ താഴെ കുറച്ച് ചെറുതൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. ദാ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. 2 കളേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ പൂമ്പാറ്റേനെ വരയ്ക്കുന്നുണ്ട്. പൂമ്പാറ്റയല്ല കേട്ടോ, തേനീച്ച. അപ്പോൾ ദാ ഇതിനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് A4 ഷീറ്റിലാണ് വരയ്ക്കുന്നത്. എൻ്റെ ഒരു സ്റ്റിക്കർ പേപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിലാട്ടോ വരച്ചെടുക്കുന്നത്, സ്റ്റിക്കർ പേപ്പറിൽ. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. ഇതാവുമ്പോൾ നമുക്ക് പശ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അതാണ് എൻ്റെ വ്യത്യാസം, വേറെ ഒന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ചിറകിന് ബ്ലൂവും പിന്നെ ബോഡിയൊക്കെ യെല്ലോവും ബ്ലാക്കൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമുക്ക് വരച്ചെടുക്കാം. ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ സിമ്പിൾ ഫ്ലവേഴ്സാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ തണ്ടും ഇലകളും ഒക്കെ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് കളർ ചെയ്ത് എടുക്കുക. അതിനുശേഷം ദാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. സ്റ്റിക്കർ പേപ്പർ ആകുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഒട്ടിച്ച് കഴിയും. പിന്നെ ഫ്ലവറിൽ നമുക്ക് ചിരിക്കുന്ന പോലെയൊക്കെ വരച്ചെടുക്കാം. ലാസ്റ്റായിട്ട് മോട്ടൂനൊരു വഴിയും കൂടെ കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്, അടുത്ത വീഡിയോയിൽ കാണാമേ.